ഹലോ ഇനിമി ലവേഴ്സ്. ഓക്കെ, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദിൻ്റെ മാൻഹയുടെ ചാപ്റ്റർ 68 മുതൽ 69 വരെയുള്ള 2 ചാപ്റ്റേഴ്സാണ്. സോ വീഡിയോയിലോട്ട് കടക്കും മുമ്പ് നമ്മൾ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 200 ലൈക്കാണ് ടാർഗറ്റ്. സോ ഈ 200 ലൈക്ക് കിട്ടിയാൽ മാത്രമേ അടുത്ത വീഡിയോ ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോ നാളെ ചെയ്യുന്നതായിരിക്കും. എന്നാലും വെറുതെ ഒരു രസത്തിന് 200 ലൈക്ക് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടാർഗറ്റ് വെക്കുകയാണ്. സോ ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്ക്. പിന്നെ പല കൂട്ടുകാരും പറഞ്ഞിരുന്നു വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല. അതായത് എഡിറ്റിങ്ങും അതുപോലെ വോയിസ് ഓവറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ഒരു ഡേ ആവും. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഒരു ഊള ഫോണിലാണ്. അമ്മാതിരി ലാഗാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കും. എനിക്ക് തന്നെ പ്രാന്ത് വരും എഡിറ്റ് ചെയ്തിട്ട്. അതുകൊണ്ടൊക്കെ തന്നെ ലെങ്ത്തുള്ള വീഡിയോ ഇടുകയെന്ന് വെച്ചാൽ പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ ഞാനെൻ്റെ മാക്സിമം ശ്രമിക്കാം ലെങ്ത്തുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെയിലി വീഡിയോ ഇടുന്നതാണോ വേണ്ടത്, അതോ ലെങ്ത്ത് കൂടുതലുള്ള വീഡിയോ 2-3 ദിവസങ്ങൾക്കിടയിൽ ഇടുന്നതാണോ വേണ്ടത്? ഏതാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് പറയുക. എന്നാൽ മാത്രമേ എനിക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ നന്നാക്കാൻ പറ്റുള്ളൂ. സോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ 68ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ആർത്തർ എൽഡർവുഡ് ഗാർഡിയനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ബോധം കെട്ട് വീണതിന് ശേഷം അവൻ എണീക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മുമ്പിൽ നമ്മുടെ എലീജ എണീറ്റുണ്ട്. എലീജ എണീറ്റ് പറയുന്നുണ്ട്, താങ്ക് ഗോഡ് നീ ഇപ്പോഴെങ്കിലും എണീറ്റല്ലോ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള ഗ്ലൗസിൽ ഒരു രത്നമുണ്ട്, ആ രത്നം എടുത്തുകൊണ്ട് പൊട്ടിക്ക്, അതൊരു ഹീലിംഗ് സ്പെല്ലാണ്. അപ്പോൾ നമ്മുടെ എലീജ എണീറ്റ് ആലീസ് കൊടുത്ത ആ ഹീലിംഗ് സ്പെല്ല് ആർത്തറിന് മേൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആർത്തർ ലൂക്കാസ് അവനെ അറ്റാക്ക് ചെയ്ത സീന് അവൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യപ്പെട്ടോട്ട് പറയുന്നുണ്ട്, ലൂക്കാസ് വൈക്സ്. അപ്പോൾ നമ്മുടെ ആർത്തർ അവിടുന്ന് എണീക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ ആ വേദന കാരണം അവിടുന്ന് എണീക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എന്നിട്ട് എലീജയോട് ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ എവിടെ? അപ്പോൾ എലീജ പറയുന്നുണ്ട്, ജാസ്മിൻ അവിടെ ഉണ്ട്. ലൂക്കാസിൻ്റെ മാന്ത്രിക വിദ്യ അവളെ ശക്തിയായി ബാധിച്ചു. എൻ്റെ കയ്യിൽ ഒരു മെഡിക്കൽ കിറ്റ് ഉണ്ടായിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് അവളുടെ പൊള്ളലൊക്കെ ഞാൻ ചികിത്സിച്ചു. പക്ഷേ അവളുടെ ശരീരത്തിനുള്ളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സോ ഇവിടം തൊട്ടാണ് ഞാൻ എലീജ നൈറ്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. കാരണം ഇവൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വേറെ ലെവലാണ്. അതായത് ആദ്യമൊന്നും ഇവനധികം റോളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവന് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നിട്ടും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കാണിച്ച ആ മനസ്സ്. സോ ഇനി അങ്ങോട്ട് ആർത്തറും അതുപോലെ എലീജ നൈറ്റും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതൊരു അടിപൊളിയാണ്. ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല, നമുക്ക് നേരെ അതിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എലീജ എൻ്റെ കയ്യിൽ ഒരു രത്നം കൂടി എടുത്തിട്ട് അത് നമ്മുടെ ജാസ്മിനിൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ എലീജ ആലീസിൻ്റെ ഹീലിംഗ് സ്പെല്ല് ജാസ്മിനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ ബ്രീത്തിങ് ഒക്കെ നല്ലതുപോലെ ആവുന്നുണ്ട്, അവൾ ഹെൽത്തി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ നൈറ്റ് പറയുന്നുണ്ട്, ജാസ്മിൻ്റെ ബ്രീത്തിങ് ഇപ്പം മെച്ചപ്പെട്ടതായി തോന്നുന്നു. കുറച്ചു നേരം കൂടി അവൾ വിശ്രമിച്ചാൽ അവൾ സുഖമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മയുടെ ഹീലിംഗ് സ്പെല്ലിന് നന്ദി, അമ്മയുടെ സ്നേഹം എൻ്റെ കൂടെയുള്ള പോലെ തോന്നുന്നുണ്ട്. 4ാമത്തെ വയസ്സിന് ശേഷം എനിക്ക് ഇതുപോലത്തെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അതായത് 4ാമത്തെ വയസ്സിൽ അവൻ്റെ മാന അവയ്ക്ക് ചെയ്തതിന് ശേഷം അവന് ഇതുപോലത്തെ ഒരു അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നല്ല സമയങ്ങൾ. അപ്പം നമ്മുടെ സിൽവി ആർത്തറിനെ മൈൻഡ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പപ്പ ഇപ്പോൾ ഉണർന്നോ, പപ്പക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സിൽവി, നീ ഇപ്പം എവിടെയാണ്? അപ്പം നമ്മുടെ സിൽവി പറയുന്നുണ്ട്, ഞാൻ പപ്പ പറയുന്നത് കേട്ടിട്ട് ഇവിടുന്ന് മാറി നിന്നു. സോ അപ്പം നമ്മുടെ ലൂക്കാസ് അതിൽ കൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി സിൽവി, ഇനി നീ നിൻ്റെ പരിശീലനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം നമ്മുടെ സിൽവി പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പ്രാധാന്യമല്ല, എനിക്കിപ്പോൾ പപ്പയുടെ ഹെൽത്താണ് പ്രാധാന്യം. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എന്നൊന്ന് വിശ്വസിക്കുക സിൽവി, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലാന്നേ, നീ ഇപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്, നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. സോ അപ്പോൾ നമ്മുടെ സിൽവി പറയുന്നുണ്ട്, ഓക്കെ പപ്പ. അപ്പോൾ നമ്മുടെ എലീജ നൈറ്റ് പറയുന്നുണ്ട്, ആർത്തർ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അതായത് നിനക്കിപ്പോൾ എണീറ്റ് നടക്കാനൊക്കെ പറ്റുമോ? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എണീറ്റ് നടക്കാനോ, എനിക്കിപ്പോൾ ഒരു മാരത്തോൺ ഓടാൻ പറ്റും.
അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, അത്രയ്ക്കൊക്കെ വേണോ? എന്നിട്ട് ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എലീജനേറ്റ് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ലെജൻഡറി ആയിട്ടുള്ള മാസ്ക്ഡ് സോൾസ്മാൻ എന്നോടൊപ്പം ടെസ്റ്റ് ചെയ്ത ഒരാളായിരിക്കുമെന്ന്. അതുമാത്രമല്ല ഈ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിരിക്കുമെന്ന്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, താങ്ക് യു എലീജ, ഞങ്ങളെ രണ്ടുപേരെ രക്ഷിച്ചതിന്. നിനക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ നീ ഞങ്ങളെ രണ്ടുപേരെ രക്ഷിച്ചു. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. പിന്നെ എൻ്റെ വാള് തിരിച്ചു തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാക്കില്ല. അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും ഞാനിവിടെ ജീവനോടെ മരിക്കാൻ വിട്ടാ ഞാനും ആ വൃത്തികെട്ട ലൂക്കാസും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നിന്നെ ലൂക്കാസുമായിട്ട് കമ്പയർ ചെയ്യല്ലേ, അവനൊരു വൃത്തികെട്ടവനാണ്. അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. അതായത് എൽഡർവുഡ് ഗാർഡിയൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിന്നെ ജാസ്മിന് പോകാൻ വേണ്ടി വിളിച്ചിരുന്നു, പക്ഷേ നീ ജാസ്മിൻ്റെ കൂടെ പോയില്ല. എന്തുകൊണ്ടാണ് നീ പോവാത്തത്? നിനക്ക് പോയി രക്ഷപ്പെടാമായിരുന്നില്ലേ? അപ്പം നമ്മുടെ ആർത്തർ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, ഒരു രാജാവ് അവരുടെ പ്രജകളെ വിട്ടിട്ട് ഒരിക്കലും പോവില്ല. പക്ഷേ അതുമാത്രമല്ല, ഞാനൊരാൾക്ക് എൻ്റെ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ചുറ്റിലുള്ളവരെയും അതുപോലെ എന്നെ സ്നേഹിക്കുന്നവരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, നീ ഒരു വലിയ ആളെപ്പോലെയാണ് സംസാരിക്കുന്നത്. ഒരാൾക്ക് പ്രോമിസ് നൽകാനും മാത്രം നീ എന്ത് ജീവിതമാണ് ജീവിച്ചിട്ടുള്ളത്? നിനക്കിപ്പോൾ വെറും 11 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതെ, ഞാനും അത്ഭുതപ്പെടാറുണ്ട്. പക്ഷേ അതൊക്കെ വേറൊരു കഥയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എത്ര നേരമായി ഞാൻ ബോധം കെട്ടിട്ട്? അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഒരു ദിവസത്തിലേറെയായി നീ ഇപ്പോൾ ബോധം കെട്ട് കിടക്കുന്നത്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ജാസ്മിൻ സുഖം പ്രാപിക്കുന്നത് വരെ നമ്മളിവിടെ ഇരിക്കേണ്ടി വരും. ആ സമയം നമുക്ക് പരിചയപ്പെടാൻ ഉപയോഗിക്കാം. എൻ്റെ പേര് ആർത്തർ ലെയ്വിൻ, പക്ഷേ നീ എന്നെ ആർത്ത് എന്ന് വിളിച്ചോട്ടോ. നമുക്കറിയാം ആർത്തറിന് ഏറ്റവും ഫേവറേറ്റ് ആയ ആൾക്കാരാണ് ആർത്തറിനെ ആർത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് നമ്മുടെ എലീജിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ബോണ്ട് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇവർ പിരിക്കുന്നത് ഒരു ഷെൽട്ടറിലാണ്. എലീജനായിട്ടാണ് ഈ ഷെൽട്ടർ ഉണ്ടാക്കിയത്. നമ്മുടെ ആർത്തർ എൽഡർവുഡ് ഗാർഡിയൻ തോൽപ്പിച്ചപ്പോൾ ആ സ്ഥലം മുഴുവൻ ആകെ നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എലീജനേറ്റ് ആർത്തറിനെ അതുപോലെ ജാസ്മിനെയും സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. എന്നിട്ട് ഇവർ ഇപ്പോൾ ഈ ഷെൽട്ടറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ആർത്തർ ആ ഷെൽട്ടറിൻ്റെ മുകളിൽ തട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഡാർവ് കിണ്ഡത്തിലെ എലീജനേറ്റ്, നിങ്ങളാണോ ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ ഷെൽട്ടർ നിർമ്മിച്ചത്? അപ്പോൾ എലീജനേറ്റ് പറയുന്നുണ്ട്, അതെ, എൽഡർവുഡ് ഗാർഡിയൻ പൊട്ടി നിലത്തേക്ക് വീഴുന്ന സമയത്ത് ഞാൻ ഈ ഷെൽട്ടർ ഉണ്ടാക്കി. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, നീ ഒരു ഡെവിയൻ്റ് ആണെങ്കിലും നിനക്ക് ഇപ്പോഴുള്ള എലമെൻറ്റ്, അതായത് എർത്ത് എലമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇത് എർത്ത് എലമെൻറ്റ് വെച്ചുണ്ടാക്കിയ ഷെൽട്ടറല്ല, ലോഹം കൊണ്ടുണ്ടാക്കിയ ഷെൽട്ടറാണ്. അതുകൊണ്ട് തന്നെ നീ ഒരു ഡാർഫല്ലേ? നമ്മുടെ ആർത്തർ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലോഹങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡാർഫ്സ് ആണ്. അപ്പം നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, ശരി, ഇനി ഞാൻ സത്യങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല. പക്ഷേ നീ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ ഞാൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ആ സമയത്ത് നിൻ്റെ മുടി വെളുത്തു, അതുപോലെ നിൻ്റെ ശരീരത്തിൽ തിളങ്ങുന്ന ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. നിൻ്റെ കണ്ണുകൾ പർപ്പിൾ നിറത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്താണ്? അപ്പോൾ നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ശരി, ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറയാം. ആദ്യം നീ നിന്നെപ്പറ്റി പറയേ. അപ്പോൾ നമ്മുടെ എലീജനേറ്റ് പറയുന്നുണ്ട്, നിൻ്റെ ഒരു സംശയം ശരിയാണ്. ഞാൻ ഡാർവ് കിണ്ഡത്തിലാണ് വളർന്നത്. പക്ഷേ ഞാൻ ഡാർവ് കിണ്ഡത്തിലല്ല ജനിച്ചത്. ഞാൻ എവിടെയാണ് ജനിച്ചതെന്ന് എനിക്കറിയില്ല. എൽഡർ റാഹ്ദിയാസ് എന്ന ആളാണ് എന്നെ വളർത്തിയത്. അദ്ദേഹം എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു കാര്യവും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഇടയ്ക്കെൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരും, പക്ഷേ അതെല്ലാം നല്ല വേദനയുള്ള ഓർമ്മകളാണ്. എനിക്കെൻ്റെ ശക്തികൾ ലഭിക്കുന്നത് വരെ ഞാനൊരു സാധാരണ ജീവിതമാണ് നയിച്ചത്. പിന്നീട് ഞാൻ ഡാർക്ക് ഓറഞ്ചിലെത്തിയപ്പോൾ ഞാൻ അബോധാവസ്ഥയിലായി. പിന്നീട് ഞാൻ എണീറ്റപ്പോൾ എൻ്റെ ചുറ്റും ലോഹമുള്ളുകളായിരുന്നു. അതിനുശേഷം എൽഡർ റാഹ്ദിയാസ് എന്നോട് ഡിക്കാൻ കിണ്ഡത്തിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ ഡിക്കാനിലേക്ക് പോകേണ്ടതെന്ന് എന്നോട് പറഞ്ഞില്ല. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു. എനിക്ക് ചിലപ്പോൾ ഈ വികാരം അനുഭവപ്പെടാറുണ്ട്. അതെനിക്ക് തൊടാൻ കഴിയാത്ത ഒരു ചൊറിച്ചിലായി അനുഭവപ്പെടുന്നു. പക്ഷേ എനിക്കറിയാം, അതെൻ്റെ ശക്തികളുമായും ഞാൻ എവിടെ നിന്നാണ് വന്നതുമായും ബന്ധപ്പെട്ടിരിക്കുന്നു.
സോ അപ്പം നമ്മുടെ ജാസ്മിന് ഉറക്കത്തിൽ പറയുന്നുണ്ട്, ആർത്തർ ആ മീൻ എടുക്കണ്ടാ, നീ ഈ മീൻ എടുത്തോ, ഇതിന് നല്ല ടേസ്റ്റാണ്. ഉറക്കത്തിൽ പോലും നമ്മുടെ ആർത്തറിനെയാണ് ജാസ്മിൻ ആലോചിക്കുന്നത്. അപ്പം നമ്മുടെ ആർത്തർ ആവട്ടെ, ജാസ്മിൻ എന്താ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്റ്റോറി ഒരു ഇമോഷണൽ കൺഫെക്ഷൻ ആക്കിയല്ലേ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലടാ. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ഇനി നിൻ്റെ കഥ പറ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാനൊരു കോൺട്രാ എലമെൻ്റൽ ഓഗുമെൻ്ററാണ്. 2 എലമെൻസിൽ ഡെവിയൻസസ് ഉണ്ട്, ഐസും ലൈറ്റനിങ്ങും. അപ്പം നമ്മുടെ എലീജാനേറ്റ് ഞെട്ടുന്നുണ്ട്, എന്താടാ നീ പറയുന്നേ, നിനക്ക് 2 എലമെൻസിൻ്റെ ഹയ്യർ ഫോംസ് അറിയുമെന്നോ? ശരിക്കും ഞാൻ വിചാരിച്ചത് ഞാനാണ് പവർഫുൾ എന്നാണ്, പക്ഷേ നീ ഇതിൽ വിജയിച്ചു. പക്ഷേ നിൻ്റെ കയ്യിൽ പാടുകൾ വന്നതും അതുപോലെ കളറൊക്കെ മാറിയത് അതൊക്കെ എന്താ? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ഞാനൊരു ബീസ്റ്റ് ടൈമറാണ്. നീ നേരത്തെ കണ്ടത് എൻ്റെ ബീസ്റ്റ് വില്ലാണ്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ബീസ്റ്റ് വില്ലോ ഈ പ്രായത്തിലോ, നിനക്കിപ്പോൾ എത്ര വയസ്സായി? അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 11 വയസ്സായി. അപ്പോൾ എലീജ പറയുന്നുണ്ട്, എനിക്ക് 12 വയസ്സ്, ഞാനാണ് ശരിക്കും നിന്നേക്കാൾ മൂത്തത്. അപ്പം നമ്മുടെ ആർത്തർ എന്തോന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എലീജ പറയുന്നുണ്ട്, നിൻ്റെ ഫേസ് ഇപ്പോൾ കാണാൻ വളരെ വിയേർഡായിട്ടുണ്ട്. എന്നിട്ട് അവൻ ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തറും അവൻ്റെ കൂടി ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജാസ്മിൻ എണീക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, ജാസ്മിൻ നീ എണീറ്റോ? അപ്പം നമ്മുടെ ജാസ്മിന് ആർത്തറിനെ കെട്ടിപ്പിടിച്ചോണ്ട് പറയുന്നുണ്ട്, ഐ ആം സോറി ആർത്തർ. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല ജാസ്മിൻ. അപ്പം നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ഓക്കെ ആർത്തർ, എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയല്ലേ ജാസ്മിൻ, നീ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി നല്ലതുപോലെ ശ്രമിച്ചു. നീ ആ എൽഡർവുഡ് ഗാർഡിയൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്നെ സേഫാക്കാൻ വേണ്ടി എന്നെ പിന്നിലോട്ട് വലിച്ചു. പക്ഷേ ഞാനാണ് ഇവിടെ നിൽക്കാൻ തീരുമാനമെടുത്തത്. ഇതെല്ലാം എൻ്റെ തെറ്റാണ് ജാസ്മിൻ, നീ ഒന്നും ചെയ്തിട്ടില്ല. നീ എപ്പോഴും എന്നെ സംരക്ഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ആർത്തർ ജാസ്മിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അവനവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, ജാസ്മിൻ ഇത്ര ചെറുതായിരുന്നോ? എന്നിട്ട് അവൻ ജാസ്മിൻ അവനെ ഹഗ് ചെയ്ത പഴയ മൊമെൻ്റ് ഓർക്കുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ ശരീരത്തിൽ വേദനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ എലീജ നേറ്റിനോട് പറയുന്നുണ്ട്, എലീജ നീ ഞങ്ങളുടെ ബാഗുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? എൻ്റെ ബാഗിൽ ഒരു മെഡിക്കൽ കിറ്റ് ഉണ്ട്, അതൊന്ന് എടുക്കാമോ? അത് മതി നമുക്ക് 3 പേർക്കും ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ജാസ്മിന് അവളുടെ മെഡിക്കൽ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർത്തറിനെ ചികിത്സിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആർത്തർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ട്, ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. സോ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഒരു കോമഡി ഉണ്ട്. നമ്മുടെ ജാസ്മിന് ആർത്തറിനെ ഒരു മമ്മി ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എലീജ പറയുന്നുണ്ട്, ജാസ്മിൻ ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 69ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.